ഫിലിം ഗാരേജിന്റെ നിങ്ങളിൽ കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന, അതിലുപരി ലാലേട്ടന്റെ ആരാധകരും ലാലേട്ടന്റെ വിമർശകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന നേരിന്റെ FD കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടന്റെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് ഇന്ന് ഡിസംബർ 21-ാം തീയതിയാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ലോ ബഡ്ജറ്റ് കോർട്ടറും ഇമോഷണൽ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ഇതുവരെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ, കേരള എസ്റ്റിമേറ്റ് കണക്കുകൾ, ഇന്ത്യൻ എസ്റ്റിമേറ്റ് കണക്കുകൾ, വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ തന്നെ പ്രീസെയിൽ കളക്ഷനായിട്ട് 1 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ ദിവസം 1 കോടിയെല്ലാം തന്നെ നിസ്സാരമെന്നത് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ അല്പസമയം മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,50,00,000 സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രം ലാലേട്ടന്റെ നേര് എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം 1.5 കോടിയല്ല, 2 കോടിയല്ല, 2.5 കോടിയല്ല, 3 കോടി രൂപ വരെ കളക്ഷൻ പ്രതീക്ഷിക്കാമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. നാം പ്രതീക്ഷിക്കുന്നത് 2,80,00,000-നും 3,20,00,000-നും ഇടയിലെ ഗ്രോസ് കളക്ഷനാണ്. കേരളത്തിൽ ഇതിനോടകം തന്നെ സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസും അതോടൊപ്പം തന്നെ വമ്പൻ ബുക്കിംഗ് എല്ലാം തന്നെയാണ് ആദ്യ ദിവസം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പതിവ് പോലെ തന്നെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും മികച്ച ബുക്കിംഗ് ബംഗളൂരുവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീസെയിൽ കണക്കുകൾ പ്രകാരം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 20 ലക്ഷമാണ് സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. എന്തായാലും ആദ്യ ദിവസം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞതോടെ കൂടുതൽ മികച്ച ബുക്കിംഗ് അന്യ സംസ്ഥാനങ്ങളിലെ സിനിമ നേടിയെടുക്കുന്നുണ്ട്. 50 ലക്ഷത്തോളം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് അങ്ങനെയെങ്കിൽ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 3,50,00,000-ന് മുകളിലെ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകും. അതേസമയം വിദേശ രാജ്യങ്ങളിൽ 1 കോടിക്ക് മുകളിലെ കളക്ഷൻ നേരത്തെ തന്നെ ഉറപ്പായ സിനിമയ്ക്ക് 1.5-2 കോടി റേഞ്ചിലും കളക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ വിദേശ കളക്ഷൻ ഈ പറഞ്ഞ ഫിഗേഴ്സിൽ നിന്നും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. എങ്ങനെ നോക്കിയാലും ആദ്യ ദിവസം 5 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് FD കളക്ഷൻ ലാലേട്ടന്റെ നേരെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച തുടക്കമാണ് നേരെ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു വലിയൊരു പ്രൊമോഷനോ വമ്പൻ ഹൈപ്പോടെയോ റിലീസ് ചെയ്ത ലാലേട്ടന്റെ സിനിമയല്ലായിരുന്നിട്ട് പോലും FD കളക്ഷൻ ലോകമെമ്പാട് നിന്നും 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാണ് ലാലേട്ടന്റെ സ്റ്റാർഡം. എന്തായാലും പോസിറ്റീവ് ലഭ്യമായ സിനിമയുടെ അടുത്ത ദിവസത്തെ കളക്ഷൻ എല്ലാം തന്നെ ഏത് ലെവലിലേക്ക് പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവെല്ലാം തന്നെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ അറിയാനായിട്ട് കാത്തിരിക്കൂ. നമുക്ക് കാത്തിരിക്കാം നേരിന്റെ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് വിവരങ്ങൾ കേട്ടാം.